Hello, good morning. Good morning. Oh. Yeah. Good morning. Yes, good morning. വളരെ കുറച്ച് ആൾക്കാരുള്ളൂല കഴിഞ്ഞ ദിവസം ഇത്ര ഉണ്ടായുള്ള തീരാറായിപ്പോ ആളുകളുടെ എണ്ണം കുറഞ്ഞില്ല. അമ്മു ആൻഡ് പ്രീതി. പ്രീതി ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറെ പേര്, അധികം പേരില്ലാത്തവരുണ്ട്. എന്താണാവോ ഉണ്ടായുള്ളോ ഇന്നലെയൊക്കെ ക്ലാസ്സില് ഒന്ന് പറയോ? Ma'am, tips for making right hiring decision. 4th point വരെ പഠിച്ചായിരുന്നു നമ്മള്. ഞാനേ കുട്ടികള് സ്ട്രെങ്ത് ഇത്രയും ഉണ്ടായിരുന്നല്ലോ. ഒരു എത്രയാണ്, ഐ തിങ്ക് 5 പേരെ ഇവിടെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ആകെ 5 പേരുള്ളൂ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട്. അല്ല മാം, 10 കൂടുതൽ കാണും. 10 കൂടുതൽ കാണും. പക്ഷെ ഇന്നിപ്പോ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, വാട്ടെവർ ഇറ്റ് മേ ബി, നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ, അതായത് നല്ല രീതിയിലുള്ള ഒരു ഹയറിംഗ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ട കുറച്ച് ടിപ്സ് ആണ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അതായത് വെൻ വി ആർ ഹയറിംഗ് ദ എംപ്ലോയീസ് ഫോർ എനി വേക്കൻസി, ഏതെങ്കിലും തരത്തിലുള്ള വേക്കൻസി ഉണ്ടാകുമ്പോൾ ആ ഓർഗനൈസേഷനിലേക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ നമ്മൾ ആ ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിന് ചില ടിപ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 4 പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. 4 പറഞ്ഞേ? 3 4 പോയിന്റ് വരെ 4 പറഞ്ഞു. അടുത്തത് employees should stay away from the follow up questions and leading statements. അതായത് ചില പ്രത്യേക രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറെ ആഴത്തില് കൂടുതൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ടെങ്കിലേ അതൊക്കെ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ ആ ഒരു ടൈമിംഗ് ഒക്കെ ചിലപ്പോൾ കൂടുതലായി പോകും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്താ പറയാ, കൃത്യമായ ആ ഒരു ടൈമിങ്ങില് വാട്ടെവർ മാക്സിമം ഇൻഫോർമേഷൻസ്, അതായത് ഒരുപാട് കുഞ്ഞു ചോദ്യങ്ങളൊക്കെ നീട്ടി വലിച്ചൊക്കെ പറഞ്ഞ് ചോദിച്ച് സമയം അങ്ങനെ ലെങ്തി ആക്കി കൊണ്ടുപോയി ഇന്റർവ്യൂവിന്റെ ടൈം അങ്ങനെ ലെങ്തി ആകും. ഇനിയും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ, കൂടുതൽ ആളുകളെ ഇന്റർവ്യൂ ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ അങ്ങനെ കുറച്ച് നീണ്ടു പോകും. അപ്പൊ അതുകൊണ്ട് എംപ്ലോയേഴ്സ്, അതായത് ആരാണോ നമ്മളുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്താ പറയാ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കുക, അപ്പൊ എംപ്ലോയറിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ നേരത്തെ കൂടി നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കൂടുതൽ ആഴത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചില ലീഡിങ് സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ ചില രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇപ്പൊ പറയുമ്പോൾ അവര് ഇന്റർവ്യൂ ചെയ്യുന്ന ആള്
കാൻഡിഡേറ്റ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന രീതിയിലുള്ളത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ആ ഒരു ജോബിന് റിക്വയർമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു ടിപ്പാണ്. ഇനി എംപ്ലോയർ ഷുഡ് ആസ്ക് ദ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ടു ദ കാൻഡിഡേറ്റ്സ്. ഇനിയും എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, അതായത് എന്താ പറയാ പിന്നീട് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ആ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും എന്താ പറയാ അവരുടെ സർട്ടിഫിക്കറ്റുകളോ, അപ്പൊ അതൊക്കെ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കൂടി സഹായിക്കുന്ന അല്ലെങ്കിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ആളെ കുറിച്ച് എന്താ പറയാ ക്വാളിഫിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ അത്തരം തുടരാന്വേഷണത്തിനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം എംപ്ലോയീസിനോട് എംപ്ലോയീസ് കാൻഡിഡേറ്റ്സിനോട് എംപ്ലോയേഴ്സ് തയ്യാറാക്കി വെക്കേണ്ടത് നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ അവരുടെ നോളജും അവരുടെ ആ ഒരു കാൻഡിഡേറ്റ്സിനെ മനസ്സിലാക്കാനും ഒക്കെ പറ്റും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള അറിവുകൾ. കാരണം ഇപ്പൊ നമ്മൾ ആ കാൻഡിഡേറ്റിനെ കുറിച്ച് ആളോട് തന്നെ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ പോസിറ്റീവ്സ് മാത്രമേ പറയുള്ളൂ. ഇനി നമുക്ക് അത് മറ്റുള്ളവരോട് ആരോടെങ്കിലും നമുക്കത് ചോദിക്കണോ അറിയണോ, അപ്പൊ അതിന് അനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടി കളക്ട് ചെയ്ത് വെക്കണം. അപ്പൊ അവരോട് നമുക്ക് ചോദിച്ച് ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കുറച്ചും കൂടി അവരെ കുറിച്ച് അറിവ് കിട്ടാനും കൂടുതൽ അവരെ മനസ്സിലാക്കാനും എംപ്ലോയേഴ്സിന് പറ്റും, അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരം പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് എന്താ പറയാ ശ്രമിക്കണം. പിന്നെ എംപ്ലോയീസ് ഷുഡ് എൻഷുർ ദാറ്റ് ദ കാൻഡിഡേറ്റ്സ് ഹാവ് ഗിവൺ റെലവന്റ് ഇൻഫർമേഷൻ. ഓരോ കാൻഡിഡേറ്റും നല്ല കൃത്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് എംപ്ലോയേഴ്സിനോട് ഷെയർ ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതും നമ്മുടെ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് സക്സസിന് ഉതകുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷനും അതുപോലെയുള്ള അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ആണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നതെന്നും അത് എംപ്ലോയീസ് വളരെ നല്ല രീതിയിൽ അത് തന്നിട്ടുണ്ട് എന്നുകൂടി മേക്ക് ഷുവർ ചെയ്യണം. ചിലപ്പോഴൊക്കെ എന്താ പറയാ ചില ആൾക്കാർ ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് ആ ഇന്റർവ്യൂവിന്റെ ചില ടിപ്സ് ഒക്കെ നോക്കി കണ്ടൊക്കെ വെച്ചിട്ടൊക്കെ പോകും അല്ലെ. ഇപ്പൊ കുട്ടികൾ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മളുടെ ഇവിടെ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തവര് when we are attending an interview, what are the tips to be given? എന്തെങ്കിലും ഒരു ടിപ്പ് ആ ഇന്റർവ്യൂവിന് വെച്ച് തരാൻ പറ്റുമോ, ടീച്ചേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിവുള്ളവരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അത്തരം ടിപ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് പോകും. അങ്ങനെ ടിപ്സ് കണ്ടുപിടിച്ചിട്ട് പോകുമ്പോഴെന്തായിരുന്നല്ലോ ആ ഇന്റർവ്യൂവിന് വേണ്ടി അവരൊരു എന്താ പറയാ കുറെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തും അതിനുവേണ്ടി പ്രിപ്പയർഡ് ചെയ്തിട്ട് പോകും അല്ലെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുകയാണത് ഇങ്ങനെയൊക്കെയാണ് ഒരു ഇന്റർവ്യൂ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് അവർ നേരത്തെ കൂട്ടി പ്രിപ്പയർഡ് ചെയ്ത് ആയിട്ട് പോകും. പക്ഷെ പ്രിപ്പയർഡ് ആയിട്ട് പോകുക എന്നുള്ളതിനേക്കാളുപരി ആ ഒരു ടൈമില് നമ്മളോട് എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കൊടുക്കാനാണ് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആള് ആരെയാണോ ആ കാൻഡിഡേറ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് അന്നാലാണ് എംപ്ലോയർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വെദർ ദിസ് കാൻഡിഡേറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദെയർ ജോബ് ഓർ നോട്ട്, അവരുടെ ജോലിക്ക് പറ്റിയ ആളാണോ. അല്ലാണ്ട് ഒരു നിലവാരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിൽ ഒരു ഇന്റർവ്യൂ വേണ്ടി തയ്യാറെടുത്ത് പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ട് അവിടെ പോയിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളുടെ റിക്വയർമെന്റ്സ് ആണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോകുക. പ്രിപ്പയർഡ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ്ങില് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷൻസ് എടുക്കട്ടെ. വളരെ സ്മാർട്ടായിട്ട് ഇന്റലിജന്റ് ആയിട്ട് ആ കേട്ട് നന്നായി ശ്രദ്ധിച്ചിരുന്ന് ആ കോൺസെൻട്രേഷൻ ഒക്കെ കൂടിയൊക്കെയാണ് നമ്മൾ ഒരു ഇന്റർവ്യൂല് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ കൂടി നമ്മൾ പ്രിപ്പയർഡ് ആകണം. പക്ഷെ എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോയാൽ അതൊരു മണ്ടത്തരായി പോകും ചിലപ്പോ. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഓർഗനൈസേഷൻ ആക്ട് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. അപ്പൊ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും അവരുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി വെച്ച് നമ്മൾ പതറിപ്പോകും. സോ നമുക്ക് ആൻസർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ എന്താ പറയാ ഓൺലൈനിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് ആളുകൾ കാൻഡിഡേറ്റ്സ് എടുക്കാൻ സാധ്യതയുള്ള അങ്ങനത്തെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് എന്താ പറയാ അവരുടെ ജോബ് റിക്വയർമെന്റിന് ആ കാൻഡിഡേറ്റിന് നമുക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻസ് ഹാവ് ടു ബി കളക്റ്റഡ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ ചോദ്യങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് നല്ല റെലവന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം എംപ്ലോയർ. ക്ലിയർ ആയോ? മനസ്സിലായോ?
These are the tips for hiring decision. Hiring decision വേണ്ടി കൊടുക്കാവുന്ന ചില അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ചില ടിപ്പുകളാണ് ഇന്റർവ്യൂലുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ എങ്ങനെയാണ് ഇന്റർവ്യൂയിലൂടെയാണ്, ഇന്റർവ്യൂ കഴിയാതെ നമുക്ക് ഒരു എംപ്ലോയീസിനും കാൻഡിഡേറ്റ്സിനും ജോലി കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ചോദ്യങ്ങളുടെ കുറെ സ്റ്റൈലുകളും അതുപോലെ തന്നെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫോർ ദ സക്സസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ജോബ്, ആ കൊടുക്കുന്ന ജോലിയുടെ സക്സസിന് വേണ്ടിയിട്ട് അല്ലെ, അവരിൽ നിന്ന് മാക്സിമം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഇന്റർവ്യൂസിൽ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് ഈ ഒരു പോയിന്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ മനസ്സിലായോ? ഓക്കെ, അങ്ങനെ 2-3 പേരോട് ഒന്ന് വേഗം റിയാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അതില് നിങ്ങൾ ആ 7th പോയിന്റുകൾ വെറുതെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. 7th പോയിന്റിലെ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എംപ്ലോയേഴ്സ് ഷുഡ് നെവർ ആക്സെപ്റ്റ് എ സ്റ്റാൻഡേർഡ് റെസ്പോൺസ്. അതായത് അവർ പഠിച്ചു കൊണ്ടുവന്ന് പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അതിന് ആ സ്റ്റാൻഡേർഡൈസ്ഡ് രീതിയിലുള്ള റെസ്പോൺസേ കിട്ടുള്ളൂ. ചിന്തിക്കാതെ ആ രീതി അതെന്താണോ മനസ്സിലാക്കി അത് അവർ വേഗം പറയും. പക്ഷെ കുറച്ച് ചിന്തിച്ച് അവർക്ക് ആ കാൻഡിഡേറ്റിൽ നിന്ന് മാക്സിമം ഇൻഫോർമേഷൻസ് ലഭിച്ച് ആ ഒരു ജോബിന് അവര് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഐഡിയാസ് അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക കാൻഡിഡേറ്റിന്റെ. അതാണ് എംപ്ലോയർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. ക്ലിയർ ആയോ? ആദ്യ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 7th പോയിന്റിന്റെ ലാസ്റ്റ് സെന്റൻസ്. ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താ? ജോബ് ഓഫർ ആണ്. അപ്പൊ നമ്മൾ ഹയറിംഗ് ഡിസിഷന് വേണ്ടിയിട്ടുള്ള ടിപ്സ് പറഞ്ഞു. ഇനി എന്താണ്? റിക്രൂട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. റിക്രൂട്ട്മെന്റിന് മുമ്പ് ചെയ്യേണ്ട കുറെ പ്രൊസീജിയേഴ്സ് എല്ലാം കൂടിയാണ് സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വച്ചിരിക്കുന്നത്. അതൊരു വലിയ മൊഡ്യൂള് പോലെയാണ് അല്ലെ. കാരണം അത് ഒത്തിരി ഒറ്റ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ 4 മാസം തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അറിയാലോ നിങ്ങൾക്ക്, 4 മാസത്തെ കോഴ്സാണ്. തുടങ്ങിയ ആ ചാപ്റ്റർ കൊണ്ടാണ് ടീച്ചർ ഇരിക്കുന്നത്. എന്നിട്ടും അത് അവസാനിച്ചിട്ടില്ല. ആൻഡ് ഓൾസോ ഇടയിൽ നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പൊ ജോബ് ഓഫർ ഇതുവരെ അല്ലെ, ജോബ് ഓഫർ ചെയ്യുക. ജോബ് ഓഫർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓഫർ ഫോർ ദ എംപ്ലോയ്മെന്റ്, ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ. അതിനെയാണ് നമ്മൾ ജോബ് ഓഫർ എന്ന് വിളിക്കുക അല്ലെ. ഓഫർ ഫോർ ആൻ എംപ്ലോയഡ് ഈസ് കോൾഡ് ജോബ് ഓഫർ. അപ്പൊ നമുക്ക് അതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അതായത് എംപ്ലോയർ ആ ആപ്ലിക്കന്റിന് നിങ്ങൾക്ക് ഇന്ന ജോലി ഉണ്ട്, കിട്ടിയിട്ടുണ്ട്, അത് അവരുടെ ആപ്ലിക്കേഷന്റെ ബേസിസിൽ, നിങ്ങൾ തന്നിരിക്കുന്ന ആപ്ലിക്കേഷന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി തരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഓഫറിംഗ് ആണ്. എംപ്ലോയർ ആപ്ലിക്കന്റിന് കൊടുക്കുന്ന ഒരു ഓഫറിംഗ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജോബ് ഓഫർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫർ എന്ന് പറയാം. മനസ്സിലായോ? എന്താണ് ജോബ് ഓഫർ എന്ന് മനസ്സിലായോ? ഫസ്റ്റും സെക്കൻഡും അണ്ടർലൈൻ ചെയ്യണം സെന്റൻസുകൾ കേട്ടോ. ഇനി പറയുന്നതിലൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ദ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് ജോബ് ഓഫർ. ജോബ് ഓഫർ എന്ന് വിളിക്കും, ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കും. ഇതെന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഓൺ ദ പാർട്ട് ഓഫ് ദ എംപ്ലോയർ ടു ദ ആപ്ലിക്കന്റ്. അതായത് ആപ്ലിക്കന്റിനോടുള്ള എംപ്ലോയറുടെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. ഇപ്പൊ എന്റെ ഓർഗനൈസേഷനിൽ നിൽക്കുന്നത് ഈ തന്നിരിക്കുന്ന ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിനക്ക് ഒരു ജോബ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എംപ്ലോയർ കൊടുക്കുന്ന ഒരു ഓഫറാണ്. അതിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് ഓഫർ അല്ലെങ്കിൽ ജോബ് ഓഫർ എന്ന് വിളിക്കുക. ഇനി ഇത് ഹൗ ക്യാൻ ബി ഡൺ? ഇതെങ്ങനെയാണ് എംപ്ലോയ്മെന്റ് ഓഫർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ജോബ് ഓഫർ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? ത്രൂ ഫോണിലൂടെ കൊടുക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് കൈയെഴുത്ത് പ്രതി പോലെ കൊടുക്കാം, അതല്ലെങ്കിൽ ത്രൂ ലെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെ എഴുതി എന്താ പറയാ, ചിലപ്പോ പ്രിന്റ് ഔട്ട് എടുത്തിട്ടോ അത് എൻവലപ്പിലാക്കി പോസ്റ്റ് ചെയ്ത് അങ്ങനെ അയക്കാം. അല്ലെങ്കിൽ ഓൾസോ ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഇമെയിലിലൂടെയും നമുക്ക് സെൻഡ് ചെയ്യാം അല്ലെ. അപ്പൊ ഏതൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഓഫർ കൊടുത്താൽ മതി? ജോബ് ഓഫർ ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ്. ആപ്ലിക്കന്റിന് ഇങ്ങനെ ഒരു ജോബ് ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഈ ഓർഗനൈസേഷനിൽ ജോലി തരാൻ റെഡിയാണ് എന്നുള്ളത് അവരെ അറിയിക്കണം. ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന ആളെ അറിയില്ല. നമ്മുടെ ആപ്ലിക്കേഷൻ അയച്ചു ഇവിടെ കാത്തിരിക്കും എനിക്ക് ജോലി കിട്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അത് കിട്ടും എന്നുള്ളതെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ് അല്ലെ, നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ ഇതാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അവരെ അറിയിക്കണം. അത് അറിയിക്കുന്നത് ടെലിഫോണിലൂടെ ആകാം, അതുപോലെ റിട്ടേൺ ആകാം, അല്ലെങ്കിൽ ലെറ്ററിലൂടെ ആകാം, അതല്ലെങ്കിൽ ഇമെയിലിലൂടെ, ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ജോബ് ഓഫർ അറിയിക്കാവുന്നതാണ്. ഇല്ലേ? ആൻഡ് അപ്പൊ ഇതിനകത്ത് ഈ ജോബ് ഓഫറിൽ എന്തൊക്കെ മെൻഷൻ ചെയ്യണം?
ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും മെൻഷൻ ചെയ്യേണ്ട? പർട്ടിക്കുലർലി ദേ ഹാവ് ടു മെൻഷൻ, അതായത് നമ്മുടെ ജോബ് ഓഫറിനകത്ത് മെൻഷൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡെസിഗ്നേഷൻ. എന്ത് ജോലി, ഏത് ഇതിലാണ് നമ്മൾ ജോലി കൊടുത്തേക്കണേ, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഏത് സെക്ഷനിലാണെന്ന് മനസ്സിലായി. ഡെസിഗ്നേഷൻ ക്ലർക്ക് ആയിട്ടാണോ, കാഷ്യർ ആയിട്ടാണോ, അക്കൗണ്ടന്റ് ആയിട്ടാണോ, ഒരുപാട് പൊസിഷൻസ് ഉണ്ടാവും, ഡെസിഗ്നേഷൻസ് ഉണ്ടാവും. അപ്പൊ ഏതാ ഡെസിഗ്നേഷൻ, ഏതാണ്, സാലറി എന്താണ്, എന്ന് ജോയിൻ ചെയ്യണം അല്ലെ. പിന്നെ അതിനകത്ത് ബാക്കിയുള്ള എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയ്മെന്റ്, ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം ജോബ് ഓഫർ ആർക്ക് കൊടുക്കേണ്ടത്, നമ്മുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആള് ആർക്ക്, കാൻഡിഡേറ്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ പറയുന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്. ഇനി എന്താ പറയാ, ഇപ്പോ ചിലപ്പോ നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഹയറിംഗ് എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുമ്പ് അവരോട് എന്തൊക്കെ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യാനുണ്ട്, ഇപ്പോ എന്താ പറയാ അവരുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ്, അതൊക്കെ ക്ലിയർലി കൃത്യമായിട്ട് എംപ്ലോയി ഷുഡ് അത് നന്നായിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് മാത്രമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവര് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന്റെ എഗ്രിമെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പലതും വിട്ടുപോയി പകുതിയൊന്നും വായിക്കാതെ നമ്മൾ ഓഫർ ലെറ്റർ കിട്ടി കഴിയുമ്പോൾ അപ്പൊ തന്നെ പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, വട്ടവർ ഇറ്റ് മേ ബി. അപ്പൊ എന്താണോ അതിന് നെസസറി ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും അത് വെരിഫൈ ചെയ്യാനുള്ളത് എംപ്ലോയർ നോക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വട്ടവർ ഇറ്റ് മേ ബി അത് കാൻഡിഡേറ്റ്സിന് അറിയിക്കാനുള്ളത് അതും അതിനകത്ത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തണം. അതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റാ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലെ HR ഡിപ്പാർട്ട്മെന്റ് ആരാണോ അവർ എന്ത് ചെയ്യണം, ബിഫോർ പ്രൊവൈഡിങ് ദ ജോബ് ഓഫർ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് ആ ജോബിനകത്ത് അവരെന്തൊക്കെയാണ് അവരുടെ കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ടത്, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിയർലി എക്സാമിൻ ചെയ്ത് അത് എക്സ്പ്രസ് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോ അതിനുശേഷം എംപ്ലോയി സൈനിങ് ദ ലെറ്റർ, ആ ജോബ് ഓഫർ കിട്ടി അത് സൈൻ ചെയ്തിട്ട് തിരിച്ചയക്കാൻ അവർ പറയും, ഇത്ര ദിവസത്തിനുള്ളൊക്കെ തിരിച്ചയക്കാനായിട്ട് പറയുന്നത്. കാരണം ഓർഗനൈസേഷൻ ഹാവ് ടു നോ വെദർ ദ കാൻഡിഡേറ്റ് ഹാസ് റിസീവ്ഡ് ദാറ്റ് ലെറ്റർ. ഓഫർ ലെറ്റർ ആളുടെ കയ്യിൽ കിട്ടിയോ, കൃത്യമായിട്ടുള്ള ആളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടോ, അവരത് സ്വീകരിച്ചു എന്നുള്ളതിനും അതിനകത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ എന്താ പറയാ ഫോളോ ചെയ്യാൻ തയ്യാറാണ്, അംഗീകരിക്കുന്നു എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒപ്പിട്ടിട്ടൊക്കെ ഇന്ന ദിവസത്തിനുള്ളൊക്കെ തിരിച്ചയക്കാനായിട്ട് പറയും. സോ അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ the employee or the candidate is liable to agree all the or to perform all the terms and conditions. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ നിബന്ധനകളും പാലിക്കാനും പെർഫോം ചെയ്യാനും എന്താണ് അത് എംപ്ലോയി അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ ലെറ്റർ എന്താ സൈൻ ചെയ്താൽ സമ്മതിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു ലീഗൽ ഒരു എന്താ പറയാ കോൺട്രാക്ട് ആണ്, ലീഗലാണ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ. ഞാനിപ്പോ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു, ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു, എന്റെ ഡോക്യുമെന്റുകളൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തു, അവരും അത് വെരിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും എന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഓഫർ ലെറ്ററുകളൊക്കെ വായിച്ചു നോക്കി, പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വെരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ വായിച്ചു നോക്കി, ആൻഡ് ഐ ആം പുട്ടിങ് എ സിഗ്നേച്ചർ ഓൺ ദാറ്റ് പർട്ടിക്കുലർ ലെറ്റർ ആൻഡ് ഓൾസോ ഫോർവേഡിങ് ടു ദ കമ്പനി ഓർ ഓർഗനൈസേഷൻ. അവർക്ക് തിരിച്ചയക്കാണ് സൈൻ ചെയ്തത്. ആ സൈനിങ്ങില് ഇത് അണ്ടർസ്റ്റുഡ് ആണ്, ദ കോൺട്രാക്ട് ആ എഗ്രിമെന്റ് അവിടെ കംപ്ലീറ്റ് ആയി ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ. ഞാൻ അവിടെ അവർ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പിന്നീട് അയ്യോ ഇതിന് എനിക്ക് പറ്റില്ലായിരുന്നു, അത് ഇതൊന്നും പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് സെന്റൻസ്. വൺസ് ദ എംപ്ലോയി സൈൻസ് ദ ഓഫർ ലെറ്റർ, അത് അണ്ടർലൈൻ ചെയ്യണം, and accepts all the terms and conditions, the offer becomes legally binding on both the employer and employee. അവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ബൈൻഡിങ് പക്ഷെ എംപ്ലോയറും കുറെ വെരിഫിക്കേഷൻസ് ഒക്കെ അവരുടെ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. അതിന്റെ ബേസിസിലാണല്ലോ ഓഫർ ലെറ്റർ കൊടുത്തേക്കണേ. ഓഫർ ലെറ്റർ കഴിയുന്ന ആ എംപ്ലോയി ആരാണ് ജോലിക്ക് വേണ്ടിയിട്ട് ഓഫർ ലെറ്റർ കിട്ടിയത്, അവരും ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നു, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വായിച്ച് സൈൻ ചെയ്യുന്നു. അപ്പൊ രണ്ടുപേരും ഒരു ബൈൻഡിങ് ആയി. ദാറ്റ് മീൻസ് ദർ ഈസ് എ ബോണ്ടിങ്, ഒരു എഗ്രിമെന്റ് ബോണ്ടിങ് ആണ്, ലീഗൽ ബോണ്ടിങ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു ഇതാണ്, കോൺട്രാക്ട് ആണ് അവിടെ ഒപ്പുവെക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ജോബ് ഓഫർ എന്താണെന്ന് മനസ്സിലായോ? ജോബ് ഓഫറിന്റെ നമ്മൾ ആ പാരഗ്രാഫ് തുടങ്ങുന്നത് മുതല് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വരെ, അതായത് ആദ്യത്തെ 5 ലൈനുകൾ, സെന്റൻസ് അല്ല ലൈനുകൾ, ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് അവിടെ വരെ മാർക്ക് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ലാസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്.
Once the employee signs the offer letter and accepts the terms and conditions, the offer becomes legally binding between the employer and employee എന്നുള്ളത്. Okay, clear ആയോ? ഇതൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അതായത് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു, അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഓഫർ ലെറ്ററിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഇന്നതാണ് നിനക്ക് തന്നിരിക്കുന്ന ജോലി, നീ ഈ ജോലിയിൽ ഇത്ര സമയത്തിന് എത്തണം, ഇത്ര സമയം വരെയാണ് നിന്റെ ഡ്യൂട്ടി, ഇത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചില ഏതെങ്കിലും ചാപ്റ്ററിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ വേറെ സ്ഥലത്തൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ജോബ് ഓഫർ ലെറ്റർ, അതുപോലെ തന്നെ ലെറ്റർ ഓഫ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ, അങ്ങനെ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട്. ഈ ലെറ്റേഴ്സിലൊക്കെ ആ ഓർഗനൈസേഷന്റെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റലിലെ ഒരു നഴ്സിന് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരികയാണ്. ഞാനൊരു എളുപ്പത്തിലുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ജോബ് ഓഫർ ലെറ്റർ വരുമ്പോ അതിനകത്ത് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. ഏത് ജോലിക്കായാലും ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യതയോടെ നമ്മൾ വായിച്ചു നോക്കണം. അതിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ തന്നെ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയാം. അതിനകത്ത് നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാകും എന്ന് ഉള്ളത് എഴുതി വെച്ചേക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻസിലുണ്ട്. കാരണം അത് എളുപ്പം പറയാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയിക്കോട്ടെ പറയുന്നത്. ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. If any nurse is not able to attend or to do that job during night shift, അവർക്കത് പറ്റുന്നില്ല. അപ്പൊ ഇതിനകത്ത് ബാക്കി എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവർക്ക് ഓക്കെയാണ്. പക്ഷെ നൈറ്റ് ഷിഫ്റ്റ് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ പറയാം, അത് പറ്റില്ല, അത് പറയാൻ പാടുണ്ടോ? ഇല്ല. ഇതിനകത്ത് എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഒപ്പിടുന്നത്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ദാറ്റ് you may not be able to perform that particular condition, ഏതെങ്കിലും പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നമുക്ക് ഉണ്ടെങ്കിൽ you may make some suggestions to the organization. എന്ത് ചെയ്യാം? നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാം. ഒപ്പിടുന്നതിന് മുമ്പ് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുകയോ, ആരെ കോൺടാക്ട് ചെയ്യുക, HR ഡിപ്പാർട്ട്മെന്റിലെ കോൺടാക്ട് ചെയ്ത് അവിടുത്തെ മാനേജറിനെ കോൺടാക്ട് ചെയ്തോ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സജഷൻ ഉണ്ട്, അപ്പൊ ഇതെനിക്ക് പറ്റില്ല, ഇന്ന നൈറ്റ് ഷിഫ്റ്റ് എനിക്ക് പറ്റുന്ന കാര്യമല്ല, അതിന് എന്തെങ്കിലും റീസൺ ഉണ്ട്, പർട്ടിക്കുലർലി ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് ഇഫ് യു ആർ ഹാവിംഗ്, ഇത്ര മാസത്തേക്ക് പറ്റില്ല അല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല എന്നൊക്കെ ആണെങ്കിൽ അത് അറിയിക്കണം അവരെ. എന്നിട്ടാണ് ഇത് സൈൻ ചെയ്യേണ്ടത്. അതല്ല അവർക്ക് അത് അറിയിക്കുമ്പോ അത് പറ്റില്ല, ഇതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തരുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവര് മാറ്റൂ. അല്ലാണ്ട് ഇവിടെ കയറി കഴിഞ്ഞിട്ട് എനിക്കത് പറ്റില്ലായിരുന്നു പക്ഷെ ഞാനത് സൈൻ ചെയ്യും, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം അവർക്ക് they have to appoint the right person. കൃത്യമായിട്ട് ശരിയായി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നവരല്ലേ അവർക്ക് ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഈ ഒരു ഇതുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റും കൂടി എടുക്കാൻ പറ്റുന്ന ആളെയാണ് വേണ്ടത്. വെറുതെ നമ്മളുടെ സമയവും അവരുടെ സമയവും ഒക്കെ കളഞ്ഞ് ഈ പറഞ്ഞ തെറ്റായ രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് നടത്തി ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആള് എന്താ ചെയ്തു, സൈൻ ചെയ്തു തന്നു. അപ്പൊ ഒബിയസ്ലി എംപ്ലോയർ വിചാരിക്കും എന്താ, അവർക്ക് ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെന്നുള്ള രീതിയിലാണല്ലോ സൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ഹാവ് സജഷൻ, എനി സജഷൻ, you have to properly communicate to them at the right time. ആ കൃത്യസമയത്ത് അത് അവരെ അറിയിക്കണം. അല്ലാണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തന്നു, എല്ലാ ലെറ്ററും തന്നു, ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റും വന്നു, എന്നിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് എന്ന് പറയണം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? ഈ അവരപ്പ ആ ഒരാളെ അവോയ്ഡ് ചെയ്തേനെ, കാരണം അവർക്ക് വേറെ ആളെ കിട്ടിയേനെ അല്ലെ. ക്വാളിഫിക്കേഷനും എല്ലാം നോക്കിയിട്ടാണ് ഒരാളെ അവർ സെലക്ട് ചെയ്തത്, അവർക്ക് ഇന്റർവ്യൂയിലൂടെ അവരെ സെലക്ട് ചെയ്ത് ഓഫർ കൊടുത്തത്. പക്ഷെ അത് നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മളത് അവരെ അറിയിക്കണം, അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്ത അവരുടെ ഹയറിങ് പ്രോപ്പർ ആവില്ല, അത് തെറ്റായി പോയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞത്. അതുപോലെയാണ് എല്ലാ ഓർഗനൈസേഷനും. എന്തൊക്കെ whatever the conditions and terms are there in the offer letter, you have to examine or verify each and every points clearly and only then sign that offer letter. അതിനുശേഷം മാത്രമാണ് നമ്മളത് ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? അടുത്തത് ടൈപ്സ് ഓഫ് ജോബ് ഓഫർ. ഇനി ജോബ് ഓഫർ ചെയ്യുമ്പോൾ ചില പ്രത്യേക രീതികളിലാണ് ജോബ് ഓഫർ ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഇടയ്ക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോ ഉണ്ടോന്ന് ചോദിക്കുമ്പോ തന്നെ ഒരു കമ്പ്യൂട്ടർ കിട്ടാം. അപ്പൊ തീർക്കട്ടെ നമുക്ക്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ജോബ് ഓഫർ. ജോബ് ഓഫർ എന്താ പറയാ, എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ജോലി എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, അത് പല രീതിയിൽ പല കാറ്റഗറീസിലാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി, ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷൻ. ദർ വിൽ ബി സം കണ്ടീഷൻ
ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ജോബ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ജോബിന്റെ കണ്ടീഷൻസിന്റെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജോബ് ഓഫറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കണ്ടീഷണൽ ജോബ് ഓഫറും ഫൈനൽ ജോബ് ഓഫറും. കണ്ടീഷണൽ ജോബ് ഓഫറും ഫൈനൽ ജോബ് ഓഫറും എന്നാണ് രണ്ട് രീതിയിൽ. എന്തിനെ? ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷൻ. ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷൻ മാത്രമല്ല, അടുത്തതുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ. അവർക്ക് കൊടുക്കുന്ന റിവാർഡ്, റിമ്യൂണറേഷൻ, അതിന്റെ ബേസിസിലും നമ്മുടെ ജോബ് ഓഫറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയാ, ഇത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പല രീതിയിലാണ്. ഒന്നാമത്തേത് ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷൻ. See, some conditions will be there which will be applied by the employer. എംപ്ലോയർക്ക് ജോബ് കൊടുക്കുമ്പോൾ, ഓഫർ ചെയ്യുമ്പോൾ ആ എംപ്ലോയർക്ക് ചില കണ്ടീഷൻസ് ഉണ്ടായി. ഇപ്പൊ ഇവിടെ ഒരു ജോബ് ഇത് കിട്ടി. ഇത് കിട്ടുന്നതിന് അവർ ആ ജോബ് ഓഫർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നവരെ മാത്രമേ അവർക്ക് ജോലിക്ക് എടുക്കാൻ പറ്റുള്ളൂ. റൈറ്റ്? ശരിയല്ലേ? അങ്ങനെയല്ലേ പറ്റുള്ളൂ? ആണ് അല്ലെ? അപ്പൊ ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷൻ രണ്ട് രീതിയിലാണ് നമ്മുടെ ജോബ് ഓഫർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കണ്ടീഷണൽ ജോബ് ഓഫർ ആൻഡ് ഫൈനൽ ഓഫർ. എന്താണ് കണ്ടീഷണൽ ജോബ് ഓഫർ? That means it is a job which is put forward when an organization offers the applicant in which some conditions and terms are put by the employer. ഇതിനകത്ത് ആ ഒരു സാധനം സൂചിപ്പിക്കുന്നത് പോലെ, ആ കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറഞ്ഞ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എംപ്ലോയർക്ക് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടി മുന്നോട്ട് വെച്ചിട്ട്, ആ കണ്ടീഷൻ മുന്നോട്ട് വെച്ചിട്ടാണ് അവർ ജോബ് ഓഫർ ചെയ്യുന്നത്. ഇന്ന കണ്ടീഷൻ. അപ്പൊ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, ദാറ്റ് മീൻസ് ദ കാൻഡിഡേറ്റ് ഹാവ് ടു have the right to accept or reject that condition. എനിക്ക് ആൾക്ക് എന്ത് ചെയ്യാം? എനിക്ക് ആ ജോലി വേണം എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കണ്ടീഷൻസ് എല്ലാം എനിക്ക് ഓക്കെ ആണെങ്കിൽ ഐ ക്യാൻ ആക്സെപ്റ്റ് ദാറ്റ് ഓഫർ അല്ലെ? എനിക്ക് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാം. അല്ല, എനിക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇഫ് ഐ കനോട്ട് ഫോളോ, എനിക്ക് പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഐ ക്യാൻ റിജക്ട്. അത് നമ്മളുടെ അവകാശമാണ്. ഓക്കെ, എനിക്ക് ഓഫർ സ്വീകരിക്കുകയോ നിരസിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കണ്ടീഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? എംപ്ലോയർ ഇങ്ങനെ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന കണ്ടീഷൻസിന്റെ ബേസിസിൽ മാത്രമേ ഈ ജോബ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു ഓഫറിനെയാണ് നമ്മൾ കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് വിളിക്കുക. അങ്ങനത്തെ കണ്ടീഷൻസിന് ചില ഉദാഹരണം പറയുന്നത്, sometimes the employer may make some conditions that the candidate must undergo some drug test, background verification, so and also some other important clauses which is provided by the employer. ഇത് എംപ്ലോയർ ചിലപ്പോ വിചാരിക്കും, പറയും എന്താ, ഈ ജോബ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ജോബിന് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യും? നിങ്ങളെ ഡ്രഗ് ടെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിശോധനകൾ നടത്തും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണോ എന്നൊക്കെ ഉള്ളതിന്റെ പരിശോധന. അതല്ല എങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ മറ്റ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും എന്താ പറയാ ഗിൽറ്റി ആയിട്ടുള്ള എന്ന് വെച്ചാൽ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ വല്ല കുറ്റവാളി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായിപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ടേക്കുന്ന ആളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയില്ല. കാരണം നമ്മൾ എടുക്കുന്ന ചോയ്സ്, നമ്മളൊരു ആൾക്ക് ജോലി കൊടുക്കുമ്പോൾ ആ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ജോലിക്ക് എടുക്കുന്നത്. പിന്നെ അവസാനം അത് വള്ളിയായി തീരാൻ പാടില്ല അല്ലെ? നമ്മുടെ ഓർഗനൈസേഷന് ചീത്തപ്പേരുണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകാനോ പാടില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചിലപ്പോൾ വെരിഫൈ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഡ്രഗ് ടെസ്റ്റിന് നിങ്ങളെ എന്താ പറയാ വിധേയമാക്കിയതിന് ശേഷമോ മാത്രമാണ് നമ്മൾ ഈ ജോലി നിങ്ങൾക്ക് തരുന്നുള്ളൂ. സോ ഇറ്റ്സ് എ കണ്ടീഷൻ. അവിടെ ഒരു കണ്ടീഷനാണ്, ആ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്ക് നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് പറ്റുമോ ഇങ്ങനെ ചെയ്താൽ, എന്നിട്ടേ നിങ്ങൾക്ക് ജോബ് തരുള്ളൂ. അപ്പൊ എന്താണ് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കാൻഡിഡേറ്റിന് എനിക്ക് തോന്നുന്നത് എന്തിനാ ഡ്രഗ് ടെസ്റ്റിന് എന്തെങ്കിലും വിധേയാക്കണേ, അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് ജോലി തരുള്ളൂ. സോ ഐ ഹാവ് ദ റൈറ്റ് വെദർ ടു ആക്സെപ്റ്റ് ഓർ നോട്ട്. എനിക്കത് സ്വീകരിക്കാൻ വേണ്ടെന്നുള്ളത് എന്റെ ഇതാണ്. അല്ലാതെ അത് പോസിറ്റീവായിട്ട് എടുക്കും. കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നവരാ, കുഴപ്പമില്ല. അത് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റ്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, അവരുടെ നന്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്. സോ അവർക്ക് പിന്നീട് ഒരു ദോഷം വരാൻ പാടില്ല, അത് ചെയ്തോട്ടെ, അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പൊ അവർ കണ്ടീഷൻസിലൂടെ ജോബ് ഓഫർ ചെയ്യുന്ന രീതി, അതാണ് കണ്ടീഷണൽ ജോബ് ഓഫർ. ക്ലിയർ ആയോ? എന്താണെന്ന് മനസ്സിലായോ? ഉദാഹരണമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ, മനസ്സിലായോങ്കിൽ എന്റത് പറയാ. ആൻഡ് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഓഫർ വെക്കുമ്പോൾ, കണ്ടീഷണൽ ഓഫർ ഒക്കെ വെക്കുമ്പോൾ എംപ്ലോയി ഈസ് ലീഗലി ബൗണ്ട്. അതായത് അങ്ങനെ ഒരു ഓഫർ വെച്ചിട്ട് നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ അവിടെയും നിയമപരമായിട്ടുള്ള ഒരു എന്താ പറയാ വ്യവസ്ഥ അവിടെ വന്നു. ദാറ്റ് മീൻസ് ശരി, ഓക്കെ, ഡ്രഗ് ടെസ്റ്റോ അല്ലെങ്കിൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനോ വട്ടവർ യു ക്യാൻ ഡു,
ശരി അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ജോബ് തന്നാൽ മതി എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റിംഗ് ഇറ്റ് there will be a legal binding. വീണ്ടും അവിടെ ഒരു ലീഗൽ നിയമപരമായിട്ടുള്ള ഒരു ബൈൻഡിങ് ആണ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ വരിക. ദാറ്റ് മീൻസ് he or she അവരാരാണോ അവർ agrees the terms and conditions. ഈ പറഞ്ഞ terms and conditions ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വിധേയമാകാൻ അവർ തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓഫർ കൊടുക്കുന്നു, അതിന് അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകും? ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലോ? കുറച്ച് വൈകിയാണല്ലോ ഉത്തരം വരുന്നതെന്ന്. യെസ്, നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റും സെക്കൻഡും സെന്റൻസ് ആണ് കേട്ടോ. രണ്ടും മാത്രം അണ്ടർലൈൻ ചെയ്യാം. when an organization puts forward എന്നുള്ള സെന്റൻസും അവിടെ നിന്ന് തുടങ്ങി എംപ്ലോയർ ദാറ്റ് ഈസ് ടേക്കൺ കെയർ ബിഫോർ ഫൈനലൈസിംഗ് ദ ഓഫർ കേട്ടോ. അപ്പൊ ചില ടെസ്റ്റുകൾക്ക് വിധേയമാക്കി അങ്ങനെ ചില കണ്ടീഷൻസ് പറയാറുണ്ട്. അതായത് നമ്മുടെ ജോബ് ഓഫർ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കണ്ടീഷൻസ് കൂടി ഉൾപ്പെടുത്തുന്നു. ചില കണ്ടീഷൻസ്, ആ കണ്ടീഷൻസിന്റെ രണ്ട് ഉദാഹരണമാണ് പറഞ്ഞ ഡ്രഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ വെരിഫിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഒരാളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റ് ഒക്കെ. ഓക്കെ, സോ അതാണ് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷൻസില് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷണൽ ഓഫർ എന്നുള്ളതിന്റെ രണ്ടാമത് ഒരു എന്താ പറയാ ഓഫർ കൂടിയുണ്ട്. അതിനെയാണ് നമ്മൾ ഫൈനൽ ഓഫർ എന്ന് വിളിക്കാം. സി ഫൈനൽ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ഓഫർ ലെറ്റർ എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ഏറ്റവും അവസാനം. അങ്ങനെ വരുമ്പോ ഇവിടെ കണ്ടീഷൻ ഒന്നുമില്ല. അതിന്റെ അർത്ഥം എന്താ? നേരത്തെ കൂട്ടി നമ്മൾ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു, ആ കണ്ടീഷൻസ് ഒക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് വീണ്ടും ഒരു ലെറ്റർ ആയിരിക്കും. അതെന്താ? ഫൈനൽ ഓഫർ ലെറ്റർ. ഫൈനൽ ആണ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ കണ്ടീഷൻസ്. കണ്ടീഷൻസ് എല്ലാം തന്നെ തീർന്നു, ഒരു കണ്ടീഷനും ഇല്ല ഇവിടെ. കണ്ടീഷൻ ഒന്നും ഇല്ലാതെ ഫൈനൽ ഓഫർ ലെറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കണ്ടീഷനും പറയുന്നില്ല, ഒരു കണ്ടീഷൻസ് ഒന്നും നമുക്ക് ഫുൾഫിൽ ചെയ്യാനില്ല, അത്തരം കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഫൈനൽ ഓഫർ ആണ് നമ്മൾ കാൻഡിഡേറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? അത് പിന്നെ അവിടെ ഒരു കണ്ടീഷനും നമുക്ക് പിന്നീട് ഉണ്ടാവില്ല. ആര്? എംപ്ലോയറും എംപ്ലോയി തമ്മിൽ നോ കണ്ടീഷൻസ് ടു ബി പെർഫോം. ഒരു കണ്ടീഷൻ നമുക്ക് വ്യവസ്ഥകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ടാവില്ല. അപ്പൊ when the applicant receives or access the job offer, ഫൈനൽ ഓഫർ ജോബ് ഓഫർ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നേരിട്ട് ഒരു ലീഗൽ ബൈൻഡിങ് ആണ് ഉണ്ടാകുക. ആരൊക്കെ തമ്മില്? ഓർഗനൈസേഷന്റെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ. ദാറ്റ് മീൻസ് ആൾസോ ദർ ക്രിയേറ്റ് എ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. അവിടെ ഒരു എംപ്ലോയ്മെന്റ് കരാർ അവിടെ നമ്മൾ ഒത്തുവയ്ക്കുകയാണ് ചെയ്യുക. ഫൈനൽ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഇല്ലാന്ന് അത്രേ ഉള്ളൂ. മറ്റേതിൽ കണ്ടീഷൻ ഉണ്ട്, ഇവിടെ കണ്ടീഷൻ ഇല്ല. ക്ലിയർ ആയോ? അതില് ഫൈനൽ ഓഫറിന്റെ ആ രണ്ട് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടാ. രണ്ട് സെന്റൻസ് ഫൈനൽ ഓഫർ. ഓക്കെ, അടുത്തത് on the basis of compensation decision. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ജോബ് ഓഫർ ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സം കാറ്റഗറീസ്. ചില കാറ്റഗറീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോബ് ഓഫറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കണ്ടീഷന്റെ ബേസിസിൽ. ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷൻ നമ്മുടെ ജോബ് ഓഫറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കണ്ടീഷണൽ ഓഫറും ഒന്ന് ഫൈനൽ ഓഫറും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കോമ്പൻസേഷൻ. ഇവർക്ക് കൊടുക്കുന്ന റിവാർഡുകൾ, റെമ്യൂണറേഷൻ, അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ എന്താ പറയാ ജോബ് ഓഫറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ലോ ജോബ് ഓഫർ. എന്താണ് ലോ ജോബ് ഓഫർ? ആ പേര് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്ലിക്കായോ? ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പണിയെടുത്താൽ മതി എന്നാണോ? കുറച്ച് പണി എടുത്തിട്ട് ആണോ? അങ്ങനത്തെ ജോബ് ഓഫർ ആണോ? കുറച്ച് പണി നിങ്ങൾ ചെയ്താൽ മതി, അതിനെയാണോ നമ്മൾ പറയാ? അല്ല. The cost of hiring is kept low to the maximum possible extent. അതായത് ഒരു കാൻഡിഡേറ്റിന് നമ്മൾ പുറത്തുനിന്ന് എന്താ പറയാ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ, ഏറ്റവും ചുരുങ്ങിയ, ഏറ്റവും മാക്സിമം അവർക്ക് ചുരുക്കാൻ പറ്റുന്ന ആ ഒരു കോസ്റ്റിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് the offering of salary or wages, whatever it may be. കൂലിയോ അല്ലെങ്കിൽ സാലറിയോ ഫിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും മാക്സിമം ചെറിയ തുകയ്ക്ക് പുറത്തുനിന്ന് ആളുകളെ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്ന രീതി. അതാണ് ലോ ജോബ് ഓഫർ. ഏറ്റവും പരമാവധി പൈസ എത്ര കുറയ്ക്കാൻ പറ്റും അത്. ആ കോമ്പൻസേഷൻ പാക്കേജ് കൊടുക്കുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബിലോ ദ മാർക്കറ്റ് റേഞ്ച്. മാർക്കറ്റിൽ ഒരു ജോലിക്ക് എത്ര കൂലിയുണ്ടോ അല്ലെങ്കിൽ സാലറി ഉണ്ടോ അതിനേക്കാളൊക്കെ വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ സാലറി പാക്കേജ് അല്ലെങ്കിൽ വേജസ് പാക്കേജ് ഓഫർ ചെയ്യുക.
അതെയാണ് നമ്മൾ ലോ ജോബ് ഓഫർ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഈ ലോ ജോബ് ഓഫർ കൊടുത്താൽ എന്താ പ്രത്യേകത? എന്താ ലോ ജോബ് ഓഫർ? അതായത് എന്നോട് പറയാണ്, ഇപ്പൊ ഞാൻ ഇവിടെ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് അവര് പറയാണ്, അതെ ടീച്ചിങ്ങിന് ഇത്രയാണ് കേട്ടോ ടീച്ചറെ തരുള്ളൂ എന്ന് വെച്ചാൽ മാക്സിമം ഏറ്റവും ലോ. ഇപ്പൊ ഒരു 1 hour ക്ലാസ് എടുക്കാൻ പോയാൽ മറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രയാണ് കൊടുക്കുന്നത്? അതായത് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് സിമിലർ ലൈൻ ഓഫ് ബിസിനസ് ചെയ്യുന്ന ആളുകള് അത്തരം ആളുകൾക്ക് എന്ത് സാലറി ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാർക്കറ്റിൽ അറിയാൻ പറ്റും. ഇന്ന പോസ്റ്റ് ആണ്, ഓക്കെ ഇത്ര രൂപ, ശരിയാണ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത് മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാം ഇത്ര രൂപയാണെന്ന്. പക്ഷെ അതിനേക്കാൾ വളരെ താഴ്ന്ന വിലയിലേക്ക് നമ്മൾക്ക് ജോബ് ഓഫർ ചെയ്യുന്നു, ഇത്ര രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അവിടെ നമുക്ക് എന്ത് ചിന്തിക്കാം? ഐ ക്യാൻ നെഗോഷിയേറ്റ് whether to accept or to may also can deny. എനിക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ചർച്ച ചെയ്യുമോ? ഇത് വളരെ കുറവാണല്ലോ. നെഗോഷിയേഷൻ മീൻസ് എന്താ? ചർച്ച ചെയ്യാം നമുക്ക് എംപ്ലോയറുമായിട്ട്. ഇത് വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് ആണ്, സാലറി ആണ്, ഇത്രയും ചുരുങ്ങിയ, നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വേണ്ട, ഇത് ഇത്രയും ലോ ഒരു ജോബ് ഓഫർ എനിക്ക് ആവശ്യമില്ല എന്ന് വിചാരിച്ച് എനിക്ക് വേണ്ട അത് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, അത് ഈ ലോ ജോബ് ഓഫറിന്റെ ഒരു പ്രത്യേകതയാണ്. അത് അടിച്ചടിച്ച് നീ ഇത് ചെയ്തിട്ട് ഇത്രയും രൂപ തരുള്ളൂ എന്നൊക്കെ പറയാവുന്നതൊക്കെ പണ്ടത്തെ കാലമൊന്നുമല്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, അനുഭവയിലൊക്കെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് അല്ലെ. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല. ബിക്കോസ് ഓൾ ദ പീപ്പിൾ ആർ ക്വാളിഫൈഡ്. വളരെയധികം ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് ഇന്ന്. ഒരുപാട് പഠിച്ച് ഒരുപാട് എന്താ പറയാ ഒത്തിരി നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മുടെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലെ. ഉദ്യോഗാർത്ഥികളെ എംപ്ലോയ്മെന്റ് ആഗ്രഹിച്ച് നടക്കുന്നവര്. സോ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദെയർ റൈറ്റ് പൊസിഷൻ അല്ലെങ്കിൽ റൈറ്റ് എന്താ പറയാ പാക്കേജ് ഓഫ് സാലറി. നല്ല സാലറി പാക്കേജ് കിട്ടി നല്ല രീതിയിൽ തങ്ങളുടെ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അവർക്ക് അത് ചിലപ്പോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓർഗനൈസേഷൻ എന്താ പറയാ ഈ പറയുന്ന പോലെ ലോ ആയിട്ടുള്ള ജോബ് ഓഫറുകൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലേബർ കോസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ. ചിലപ്പോൾ ആ ഓർഗനൈസേഷന് വലിയ എമൗണ്ട് ലേബറേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ അവരുടെ ഓർഗനൈസേഷൻ ഒന്ന് പിടിച്ചങ്ങട് മുന്നോട്ടേക്ക് വരണ്ടേ. തുടക്കമൊക്കെ ചിലപ്പോ ചില ഓർഗനൈസേഷന് അത്രയും വളരെ ലോ ഒരു ജോബ് ഓഫറെ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മള് ബിഗിനിങ് സ്റ്റേജിൽ അതൊക്കെ വളരെ അതൊക്കെ നോക്കിയും കണ്ട് ചെയ്തില്ല. വരുമ്പോ തന്നെ എല്ലാവർക്കും വാരിപ്പൊരിയൊക്കെ കൊടുത്ത് ഓർഗനൈസേഷന്റെ എക്സിസ്റ്റൻസ് നിലനിൽപ്പിനെ അത് മറിച്ചു കഴിഞ്ഞാൽ അതെന്താണ് ഉള്ളത് കൂടി ഇല്ലാണ്ടായി പോകും അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ജോലി കൂടി കൊടുക്കാൻ പറ്റില്ല, ഓർഗനൈസേഷൻ അടച്ചുപൂട്ടേണ്ടി വരും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ലോ ജോബ് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനുശേഷം പിന്നീട് കുറെ കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ അത് പോസിറ്റീവായിട്ട് എടുക്കും. കാൻഡിഡേറ്റ്സ് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സോ അക്കോർഡിംഗ് ടു ദ ടേൺ ഓവർ ഇൻക്രീസ്, അതായത് നമ്മളുടെ സെയിൽസ് ഒക്കെ കൂടി വർദ്ധിച്ചു, അങ്ങനെ കൂടുതൽ സെയിൽസ് ഒക്കെ വരുമ്പോൾ അത് ഓർഗനൈസേഷന്റെ അഡ്വാൻസ്മെന്റ് ആണ്, ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതനുസരിച്ച് പ്രോഫിറ്റബിലിറ്റി കൂടും. പ്രോഫിറ്റബിലിറ്റി കൂടി കഴിഞ്ഞാൽ എംപ്ലോയീസിന് ആ കൊടുക്കുന്ന സാലറി പാക്കേജിലോ വേജസ് പാക്കേജിലോ കുറച്ചൊക്കെ ഇൻക്രിമെന്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ വെൻ ദേ ആർ നോട്ട് ടോളറേറ്റ് ദ ടേൺ ഓവർ, ഇത്രയും വരുമാനം അല്ലെങ്കിൽ ആ വരുമാനമൊക്കെ ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ താഴ്ന്നൊക്കെ പോയി കഴിഞ്ഞാലാണ് ഈ പറയുന്ന പോലെയുള്ള ലോ ജോബ് ഓഫേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓർഗനൈസേഷന്റെ സ്റ്റേറ്റസും അതുപോലെ തന്നെ ഇമേജും ഒക്കെ എന്താ പറയാ കീപ്പ് ചെയ്യാൻ ആണ് ചിലപ്പോഴും ഇത് ചെയ്യാം. വെൻ ദേ ഫീൽ ദാറ്റ് ദെയർ ഇമേജ് ഓർ ദ സ്റ്റേറ്റസ് ആർ ഇൻ ഡേഞ്ചർ, തങ്ങളുടെ കണ്ടീഷൻ മോശമാണ്, അപകടത്തിലേക്കാ പോണേ, അതായത് ഇത്രയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് സാലറി ഒക്കെ ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കും, നമ്മുടെ ഓർഗനൈസേഷന്റെ സ്റ്റേറ്റസിനെ ബാധിക്കും, ഇമേജിനെ ബാധിക്കും എന്നൊക്കെ ഉള്ള പേടിയുണ്ടെങ്കിൽ ഒക്കെയാണ് അത്തരം ഓർഗനൈസേഷൻസ് ഈ ലോ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത് ചില ആളുകളുടെ അടുത്ത് നടക്കില്ല. അത് ആരുടെ അടുത്ത് നടക്കില്ല? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടാലന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ അടുത്ത്, കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് ഈ പറയുന്ന ലോ ജോബ് ഓഫർ നടക്കില്ല. അവർ വിചാരിക്കും നമ്മൾ ഇത്രയും ക്വാളിഫൈഡ് ആണ്, ഇത്രയും ചുരുങ്ങിയ അല്ലെങ്കിൽ ചെറിയ ഒരു എമൗണ്ട് ഓഫ് സാലറിക്ക് ഓക്കെയാണ് ഈ വർക്ക്. അവർ അങ്ങനെ ചിന്തിക്കും അല്ലെ. ഭയങ്കര ടാലന്റഡ് ഉള്ള കഴിവുള്ളവരും ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇത്തരം ലോ ജോബ് ഓഫർ ഒന്നും വില കൂട്ടില്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? ലോ ജോബ് ഓഫർ എന്താണെന്ന് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് തന്നെ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദിസ് ടൈപ്പ് ഓഫ് ഓഫർ ഇൻ വിച്ച് ദ എംപ്ലോയേഴ്സ് കോസ്റ്റ് ഓഫ് ഹയറിംഗ് ഈസ് കെപ്റ്റ് ടു ലോ.
to the maximum possible extent, it is called low job offer. ഇനി അതിന്റെ തൊട്ടടുത്ത സെന്റൻസും the compensation package offered along with the benefits and incentives in the market rate നേക്കാൾ കുറെ കുറഞ്ഞതായിരിക്കും അങ്ങനെയുള്ള കോമ്പൻസേഷന്റെ പാക്കേജ്. അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് low job offers, second paragraphലാണ് കേട്ടാ. Low job offers not suitable for top positions as it is crucial for organizations to hire talented individuals as leaders. Talented ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യണം. നല്ല കഴിവുള്ളവരൊക്കെ ജോലിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന ലോ ജോബ് ഓഫേഴ്സ് ഒന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ സൂറ്റബിൾ ആയിട്ടുള്ളതല്ല. ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ, അടുത്തത് കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ ആണ്. കോമ്പറ്റീറ്റീവ് എന്നാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എന്താ പറയാ, കോമ്പറ്റീറ്റേഴ്സ് ആരാ? ഒരു ഓർഗനൈസേഷന്റെ കോമ്പറ്റീറ്റേഴ്സ് ആരാ? അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്. ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ വേറെ ടെക്സ്റ്റൈൽ ഷോപ്പ്, ഇതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ വേറെ സ്ഥലത്തുള്ള ഓർഗനൈസേഷൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെയും എന്തൊക്കെയാണോ ആ സെയിം പോസ്റ്റില് സാലറി കൊടുക്കുന്നത് കണ്ടോ, അതിന്റെയൊക്കെ ബേസിസിൽ അത് വെച്ചിട്ട് അപ്പൊ ആപ്ലിക്കൻസിന് അങ്ങനെ ഒരു സാലറി പാക്കേജ് എന്ന് വെച്ചാൽ അവിടെ എത്രയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ, അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റ് ഓർഗനൈസേഷൻ സിമിലർ പോസ്റ്റില് എത്രയാണോ ജോബിന് വേണ്ടിയിട്ട് അവര് പേയ്മെന്റ് കൊടുക്കുന്നത് ആ ഒരു സാലറി പാക്കേജ് ഓഫർ ചെയ്യും. അതാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ന് വിളിക്കുക. The salary package offer is yearly equal to what the competitors are offering to equally qualified individuals for such a position. അതേ ഇപ്പൊ ഒരു ടീച്ചറിന്റെ പൊസിഷൻ ഞാനിവിടെ ഇങ്ങനെ ഇതേപോലെ തന്നെ ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നടത്തുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പറവൂർ തന്നെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു പോസ്റ്റിലെ ടീച്ചർക്ക് എത്രയാണോ സാലറി ഓഫർ ചെയ്തിരിക്കുന്നത്, മറ്റ് ബെനിഫിറ്റ്സ് എന്താണോ അതുപോലെ തന്നെ ആ സിമിലർ ആയിട്ടുള്ള ഇത് തന്നെ വേറെ ആളുകൾ അതൊക്കെ ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം അങ്ങോട്ട് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ എങ്ങനെയെങ്കിലും അറിയാൻ പറ്റും ഓർഗനൈസേഷൻസിന്. അപ്പൊ അതൊക്കെ അനുസരിച്ച് അവർക്കും ഓഫർ ചെയ്യും. അപ്പൊ നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന ആൾക്ക് ഇവിടെ നിന്ന് അവിടെ കൊടുക്കുന്ന അതേ സാലറി ഓക്കെ അത് വേണമെങ്കിൽ ചോദിക്കും. ഇപ്പൊ ചിലപ്പോഴെങ്കിൽ ചോദിക്കില്ലേ, എത്ര രൂപ നിങ്ങൾ സാലറി എക്സ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന പൊസിഷനിൽ തന്നെ ഈ പോസ്റ്റിൽ തന്നെ ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു, അപ്പൊ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടിയേ, അപ്പൊ ഇങ്ങനെ ഓക്കെ. അപ്പൊ അതിന്റെ ഏകദേശം ഈക്വൽ ആയിട്ടുള്ളത് അടുത്ത് ചിലപ്പോ ഇച്ചിരിയൊക്കെ കൂടുതലുണ്ടാവും, ചിലപ്പോ ഇച്ചിരിയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏകദേശം ഒരു ആവറേജില് എന്താ പറയാ അതിന് ഏറ്റവും അടുത്ത രീതിയിൽ ഒതുങ്ങി പോകുന്ന രീതിയിലുള്ള സാലറി പാക്കേജ് ഓഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മള് കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇവിടെ നെഗോഷിയേറ്റിംഗ് എന്ന് പറയുന്നത് ടോട്ടലി ഡിനൈഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ ചർച്ചയ്ക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം എന്താ? കാരണം ഇതേ സിമിലർ പോസ്റ്റിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റവർക്ക് അതേ വേറെ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്നത് അതേ സാലറി പാക്കേജ് ആണ്. സോ അവിടെ വലിയ ചർച്ചയുടെ ഒന്നും വലിയ ആവശ്യകതയൊന്നും ഉണ്ടാകുന്ന ഒരു ഇതില്ല നമ്മുടെ ലോ ജോബ് ഓഫർ പോലെ. പിന്നെ എന്താ പറയാ കമ്പനി അതിന്റെ എന്താ പറയാ ഫൈനൽ ആയിട്ടുള്ള ഈ ജോബ് ഓഫർ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആ കോമ്പറ്റീറ്റീവ് ജോബ് ഓഫേഴ്സ് അവരുടെ മുമ്പിൽ വെക്കുന്ന സാലറി എത്രയാണോ അതനുസരിച്ചിട്ട് മറ്റൊരു രീതിയിലുള്ള ഇന്റൻഷൻ ഒന്നുമില്ല. അതായത് എത്രയാണോ കമ്പനി ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുക. മറ്റവരുടെ നിന്നൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് ഇതൊക്കെയാണ് ഓഫർ. അതിന് വേറെ ആളുകളുടെയോ അല്ലെങ്കിൽ ഇവരുടെ ഇന്റൻഷനോ അത് കാൻഡിഡേറ്റിന്റെ ഇന്റൻഷനോ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നെഗോഷിയേഷനും യാതൊരു രീതിയിലുള്ള ഒരു അവസരവും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം അത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അതിന് ഇക്വലന്റ് ആയിട്ടുള്ള സാലറിയാണ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അതിലും ഫസ്റ്റും സെക്കൻഡും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. 1, 2 പൊസിഷൻ വരെ equally qualified individuals for such a position എന്നതുവരെ അണ്ടർലൈൻ ചെയ്യാം.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ മാത്രം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ബാക്കി അങ്ങനെ അധികം കാര്യങ്ങളൊന്നുമില്ല. അടുത്തത് ഹൈ ജോബ് ഓഫർ ആണ്. ഹൈ ജോബ് ഓഫർ. അപ്പൊ ലോ ജോബ് ഓഫറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഹൈ ജോബ് ഓഫർ. എന്ന് വെച്ചാൽ എന്തായിരിക്കും? The package offered to the candidates will be higher than the market rate. മാർക്കറ്റില് ലേബറേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വിഭാഗം ജോലിക്കാർക്ക് എന്താണോ അവര് മാർക്കറ്റിലുള്ള അവരുടെ വില എന്താണോ, എത്ര രൂപ ഓഫർ ചെയ്യുന്നതാണോ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഹയർ റേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ ഹൈ ജോബ് ഓഫറിൽ അവർക്ക് ടോട്ടൽ സാലറി അല്ലെങ്കിൽ വേജ് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താ പറയാ, ഇവിടെയും ചിലപ്പോഴൊക്കെ വേണമെങ്കിൽ ഇവർക്ക് ഡിമാൻഡ് ഒക്കെ ചിലപ്പോൾ കൂട്ടാം. കാരണം മാർക്കറ്റ് റേറ്റിൽ ഇത്രയാണ് ഓർഗനൈസ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ കുറച്ചുകൂടി കൂടുതൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ എന്താ പറയാ വലിയ കാര്യമായിട്ടില്ല. ഓർഗനൈസേഷൻസ് നല്ല രീതിയിൽ ഹൈ ആയിട്ടുള്ള ജോബ് ഓഫർ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓഫേർഡ് ടു ദ കാൻഡിഡേറ്റ്സ് ടു അട്രാക്ട് മോർ എംപ്ലോയീസ്. കൂടുതലും എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹൈ ജോബ് ഓഫർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. മിക്കവാറും അങ്ങനെയാണ്. അതായത് കൂടുതൽ സാലറി കൊടുക്കേണ്ടത്, കൂടുതൽ നല്ല രീതിയിലുള്ള സാലറി പാക്കേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും, ആപ്ലിക്കേഷൻസ് ആയിട്ടും ഒക്കെ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഓർഗനൈസേഷൻ കൂടുതൽ ഹൈ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് മിക്കവാറും അവരുടെ എന്താ പറയാ കൂടുതൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ ചില ആൾക്കാർക്ക് അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ്, അതായത് കാശിന് നല്ല ആവശ്യമൊക്കെ ഉണ്ടാകും, അതൊരു വലിയ മാറ്റർ ആണെന്നിരിക്കെ കൂടുതൽ സാലറി ഓഫർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ബൈ ദ കാൻഡിഡേറ്റ്സ്. അത് കൂടുതലും കാൻഡിഡേറ്റ്സിനെ അങ്ങോട്ടേക്ക് ആകർഷിക്കും. അപ്പൊ എന്താണ്, ഓർഗനൈസേഷന്റെ ഇമേജ് ഓൾസോ വിൽ ബി ബൂസ്റ്റഡ് അപ്പ്. അപ്പൊ എന്ത് ചെയ്യും, കൂടുതൽ നല്ല സാലറി ഉള്ള സ്ഥലമുണ്ടോ കണ്ടോ, അപ്പൊ ഒരു ഇമേജ് വർദ്ധിക്കും. ഓർഗനൈസേഷന്റെ ഒരു പേര്, പെരുമ, അതിന്റെ ഒരു ഇമേജ് ഒക്കെ കുറച്ചുകൂടി നല്ല ഭംഗിയിലൊക്കെ ആളുകളുടെ ഇടയിൽ അറിയപ്പെടും. എന്ന് വെച്ചാൽ ആ ഒരു ഓർഗനൈസേഷൻ, കാരണം അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ നല്ല സാലറി ഉണ്ട്, ഹൈ ജോബ് ഓഫറാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഹൈ സാലറിയാണ്, പാക്കേജ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എംപ്ലോയീസ് എന്താ പറയാ പല രീതിയിലുള്ള എന്തെങ്കിലും ഇതൊന്നും ഇല്ലാതെ പുതിയ ഹൈറേഴ്സിലേക്ക് നമുക്ക് കൂടുതൽ ഇൻസെന്റീവ്സ് ലൈക്ക് ബോണസ്, അതുപോലെ തന്നെ റീലൊക്കേഷൻ അലവൻസ് എന്ന് വെച്ചാൽ അവരവിടെ നിന്ന് മാറി ചിലപ്പോൾ നമ്മുടെ ജോലിക്ക് വേണ്ടി വന്നു കഴിയുമ്പോൾ അവർക്ക് സ്ഥലം മാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെലവുകളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അലവൻസ് പ്രൊവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ നേരത്തെ ഉള്ള അവരുടെ പെർഫോമൻസിന്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് എക്സ്ട്രാ അലവൻസുകളോ അങ്ങനെ എന്തെങ്കിലും സാലറി ഇൻക്രീസോ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ. ഇതൊക്കെയാണ് ഈ ഹൈ ജോബ് ഓഫറിന്റെ പ്രത്യേകതകൾ. ചിലപ്പോ ആളുകളെ ഇതുപോലെ കൂടുതൽ ന്യൂ ഹയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോണസുകൾ കൊടുക്കുക. ജോയിനിങ് സമയത്ത് നിങ്ങൾക്ക് ഇത്ര ബോണസ് തരാം വരുമ്പോ തന്നെ, ബാക്കിയുള്ള സമയത്തൊക്കെ അവരുടെ സാലറി ഒക്കെ മറ്റേ രീതിയിൽ തന്നെയായിരിക്കും. ഇപ്പൊ 20,000 രൂപ സാലറി കൊടുക്കാമെന്നത് 20,000, പക്ഷെ അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് യു വിൽ ബി പ്രൊവൈഡ് സം ബോണസ്. എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ബോണസ് തരും. അവിടെ എത്രയാണ് കിട്ടിയിരുന്നത്, ഇത്രയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ 20,000 സാലറി ആയിരുന്നു. ആ 20,000 സാലറിയിൽ ജോയിനിങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ട് ഒരു 5,000 ആയിരുന്നു. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ മന്ത്സ്, ബാക്കിയുള്ള മാസം അത് തന്നെ 20,000 തന്നെ, പക്ഷെ ജോയിനിങ്ങിന്റെ ഒരു ബോണസ്. ഇതൊക്കെ ഒരു അട്രാക്ടിങ് രീതിയാണ് ഹൈ ജോബ് ഓഫറിൽ കൊടുക്കുന്ന, അട്രാക്ടിങ് ന്യൂ ഹയറേഴ്സ്. അതായത് കൂടുതൽ നല്ല ഹയറിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ, മനസ്സിലായോ? ഹൈ ജോബ് ഓഫർ. Okay, in high job offers, the total package offered is higher than the market rate. അത് അണ്ടർലൈൻ ചെയ്യാം ആ സെന്റൻസ്. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, ടു സ്റ്റേ അവേ ഫ്രം എനി ഡിസ്പാരിറ്റി among employees and to avoid moral issues between them, firms believe in giving. അതായത് മറ്റുള്ളവരൊക്കെ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഇൻഇക്വാലിറ്റീസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഫേംസ് സാധാരണ ന്യൂ ഹയറേഴ്സിന് വൺ ടൈം ഇൻസെന്റീവ് ലൈക്ക് ജോയിനിങ് ബോണസ്, റീലൊക്കേഷൻ അലവൻസ് ഓർ ഏർലി പെർഫോമൻസ് റിവ്യൂ സോ ദാറ്റ് their salaries instantly show an increase. സാലറിയിൽ വർധനമുണ്ടാക്കി കാണിച്ചു കൊടുക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തേക്കുക കേട്ടോ. 2 സെന്റൻസ്, ഫസ്റ്റും ആ മിഡിലില് ഒരു സെന്റൻസ് കൂടി.
ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് എന്താ പറയാ കോമ്പൻസേഷന്റെ ബേസിസിലുള്ള അവസാനത്തെ ജോബ് ഓഫർ ക്ലാസിഫിക്കേഷൻ ആണ് മാക്സിമം ജോബ് ഓഫർ. ഈ മാക്സിമം ജോബ് ഓഫർ എന്ന് പറയുന്നത് ബെസ്റ്റ് പോസിബിൾ റെമ്യൂണറേഷൻ ടു ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ്. അതായത് ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിന്റെ സാലറി പാക്കേജ് അതിന്റെ സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവര് തെരഞ്ഞെടുക്കുന്ന ചില ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റില്ല. അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ ഓഫർ ചെയ്യുന്ന ഒരു രീതിയാണ് മാക്സിമം ജോബ് ഓഫർ. ഈ മാക്സിമം ജോബ് ഓഫർ 3 രീതിയിലുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ ഓർഗനൈസേഷൻ വളരെ നമ്മൾ ആദ്യം പറഞ്ഞ ലോ ജോബ് ഓഫറോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ജോബ് ഓഫറോ അല്ലെങ്കിൽ ഹൈ ജോബ് ഓഫറോ ഇതിലെ ഏതെങ്കിലും വേണമെങ്കിൽ ഓർഗനൈസേഷന് തെരഞ്ഞെടുക്കാം. അപ്പൊ അത് പക്ഷെ തെരഞ്ഞെടുത്തിട്ട് അവരത് ഓഫർ ചെയ്യുമ്പോൾ the company or the organization have to state clearly, അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്ത് ഈ ഒരു പോസ്റ്റിലേക്ക് ഞങ്ങൾ ഈ ഒരു എമൗണ്ട് ഈ ഒരു സാലറി പാക്കേജ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട്. അത് കാരണം ഞങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് വി ക്യാൻ അഫോർഡ് ഓൺലി ദാറ്റ് മച്ച്, ഞങ്ങൾക്ക് അത്രയും പൈസ കൊടുക്കാനേ പറ്റുന്നുള്ളൂ എന്ന് കമ്പനി ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള എന്താ പറയാ കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഫൈനലിസ്റ്റുകളായിട്ട് എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. അല്ലാത്തവരെ എന്ത് ചെയ്യാം, നമുക്ക് റിജക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഏത് കാൻഡിഡേറ്റിനെ എടുക്കണം എന്നുള്ളത് ഈ പറയുന്ന 3 രീതിയിൽ ഏതെങ്കിലും ആണ് സാലറി പാക്കേജ്. ലോ ജോബ് ഓഫർ ആണോ, കോമ്പറ്റീറ്റീവ് ആണോ, അല്ലെങ്കിൽ മാക്സിമം ഹൈ ജോബ് ഓഫർ ആണോ, ഇതിന് 3 ഏതാണോ കമ്പനി ഫിക്സ് ചെയ്യുന്നത് അത് അവരുടെ മുന്നിലേക്ക് വെക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം എന്നുള്ള ഒരു ഓഫറാണ് കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത്. അപ്പൊ കാൻഡിഡേറ്റ്സിന് അത് കൊടുക്കുമ്പോൾ അവർക്ക് അത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് അവർക്ക് അത് നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനിച്ച് അവർക്ക് ഉത്തരം പറയാം അല്ലെ. അപ്പൊ ഞങ്ങൾ ഓഫർ സ്വീകരിക്കുകയാണ് കാരണം ദ കമ്പനി ക്യാൻ അഫോർഡ് ഓൺലി ദാറ്റ് മച്ച് ടു ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ്. ആ ഒരു തസ്തികയിലേക്ക് അവർക്ക് അത്രയും ആൾക്കാരെ അത്രയും എമൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് കൃത്യമായി പറയാം, ഞങ്ങൾക്ക് ഇത്രയും പറ്റുള്ളൂ. ഹൈ ഓഫർ ആണ് ഓക്കെ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ഓഫർ ആണ് കൊടുക്കുന്നത് ഓക്കെ, അല്ലെങ്കിൽ ലോ ഓഫർ ആണ് അത് പറഞ്ഞേക്കാം കൃത്യമായിട്ട്. അതനുസരിച്ച് ഫൈനലിസ്റ്റുകൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് കാൻഡിഡേറ്റിനെ ഫൈനലിസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നവർക്ക് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം. ഓക്കെ. ഇനി അപ്പൊ ചിലപ്പോഴൊക്കെ അങ്ങനെ എടുക്കുമ്പോഴില്ലേ ചില ഫൈനലിസ്റ്റുകളുടെ മനസ്സിൽ ചിലവർക്കൊക്കെ തോന്നും നമ്മളുടെ എന്താ പറയാ നമ്മള് ബിലോ ദ എക്സ്പെക്ടേഷൻ, അവര് പ്രതീക്ഷിച്ചതിനേക്കാളും ചെറുതായിട്ട് പോകും ആ സാലറി പാക്കേജ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അവരുടെ എക്സ്പെക്ടേഷൻ കുറവാണെന്ന് തോന്നുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ അത് റിജക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്ട്രാറ്റജീസ് ഓൾസോ ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഇത്തരം സാലറി പാക്കേജ് കൊണ്ട് ഒരു സ്ട്രാറ്റജിയും ഓർഗനൈസേഷൻസ് തയ്യാറാക്കാറുണ്ട്. കാരണം അത് അവരുടെ കറന്റ് പാക്കേജ് ചിലപ്പോൾ അവരുടെ ഇപ്പോൾ ഉള്ള സാലറി പാക്കേജിനേക്കാൾ ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പൊ അങ്ങനെയാണെങ്കിലും ചില നിലപാടുകൾ എന്താണ് ഓർഗനൈസേഷൻ ചില സമയങ്ങളിൽ സ്വീകരിക്കാറുണ്ട്. കാരണം അത് ആ തസ്തികയിൽ കൊടുക്കാൻ അത്രേ ഉള്ളൂ. ചില എന്താ പറയാ സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഇപ്പൊ ചിലപ്പോ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിച്ചിട്ട് പുറത്തുനിന്ന് 1 ഇയറിലേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇത്ര മാസത്തേക്ക് വേണ്ടിയോ ഗസ്റ്റ് ആയിട്ടൊക്കെ ടീച്ചേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്യും ഇല്ലേ. അപ്പൊ അവര് ആ ലീവ് ആയിരിക്കുന്ന ടീച്ചർക്ക് പകരമായിരിക്കും വരിക. ആ ടീച്ചറുടെ സാലറി തന്നെ കൊടുക്കണമെന്നേ കൊടുക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് ലോ ജോബ് ഓഫർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, ചിലപ്പോൾ ഹൈ കൊടുക്കും. അത് എന്താണ്, അത് ഓർഗനൈസേഷൻ എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെ അതിന്റെ ബേസിസിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ മാക്സിമം ജോബ് ഓഫർ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? Providing the best possible remuneration to the selected candidates. Maximum job offer ന്റെ first sentence underline ചെയ്യാം. And in the sentence, the company very clearly specifies that it has offered all it can afford for the post and conveys its genuine interest in the finalists and leaves it to the finalists to accept or reject the offer. Company വ്യക്തമായിട്ട് അത് കൺവേ ചെയ്യണം, ഈ പോസ്റ്റിലേക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന സാലറി പാക്കേജ് ഇത് തന്നെയാണെന്നും കൃത്യമായി വ്യക്തമായി അവരോട് പറയുക. അങ്ങനെയാണെങ്കിൽ ഫൈനലിസ്റ്റിന് തീരുമാനിക്കാം whether to accept or reject that particular post. ഈ പോസ്റ്റിലേക്ക് ഞാൻ ജോലി ചെയ്യാൻ പോണോ വേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാം. അത് അവർക്ക് വിട്ടേക്കണം അങ്ങോട്ട്, അല്ലാണ്ട് അടിച്ചേൽപ്പിക്കുകയല്ല ഇതിന് പറ്റുള്ളൂ അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഓക്കെ, ഞങ്ങൾക്ക് ഇതേ ഓഫർ ചെയ്യാൻ പറ്റുന്നതോ. അതാണ് മാക്സിമം ജോബ് ഓഫർ. ഓക്കെയോ? ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. അത്രയും അറിഞ്ഞാൽ മതി. ആ ഒരൊറ്റ സെന്റൻസിലെല്ലാം ഉണ്ട്, ആ നടുവിലത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന സെന്റൻസിൽ. ക്ലിയർ ആയോ? ഓക്കെ.
യെസ്, അടുത്തത് കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റ് വൈസ് മാത്രമുള്ളൂ, അത് വേഗം പറയാം. അടുത്തത് ഈ ഓഫർ കൊടുക്കുമ്പോൾ, ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കണ്ടന്റുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ഒരു ജോബ് ഓഫറിനകത്ത് നമ്മൾ അത് ലെറ്ററിലൂടെയോ ടെലിഫോണിലൂടെയോ ഇമെയിലൂടെയോ എങ്ങനെയാണോ ഓഫർ അറിയിക്കുന്നത് അതിനകത്ത് ഉണ്ടായിരിക്കേണ്ട കണ്ടന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫറിംഗ് ദ ജോബ് പൊസിഷൻ, ഏത് ജോബ് എന്ത് പൊസിഷനിലേക്കാണ് അത് ഓഫർ ചെയ്യുക, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. റെമ്യൂണറേഷൻ, അവർക്ക് എന്ത് റെമ്യൂണറേഷൻ കൊടുക്കണം, അത് ആ ജോബ് ഓഫറിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ എംപ്ലോയിയുടെ ബെനിഫിറ്റുകൾ, എന്തൊക്കെ ബെനിഫിറ്റ്, സാലറി ഓർ വേജസ്, വേജസിനും സാലറിക്കൊക്കെ പുറമെ മറ്റെന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടോ, അല്ല മോണിറ്ററി അല്ലാത്ത നോൺ മോണിറ്ററി ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചേക്കണം ജോബ് ഓഫറിൽ. പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് സാലറി ഇൻക്രിമെന്റ് പീരീഡ്. പെർഫോമൻസ് അപ്രൈസൽ അതായത് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് പെർഫോമൻസ്, ഓരോ എംപ്ലോയിയും അവർ ചെയ്യുന്ന ജോലി എത്രത്തോളം ഭംഗിയായി ചെയ്യുന്നു അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്ത് അസസ് ചെയ്യണം, വിലയിരുത്തണം. ഇപ്പൊ ഞാൻ എന്തോ ഏത് രീതിയിലാണ് എന്റെ ജോലി, അത് ഒന്ന് ഇടയ്ക്ക് വിലയിരുത്തുന്നത് നല്ലതാ. ആ ജോലികൾ വിലയിരുത്തുക എംപ്ലോയീസിന്റെ. കൂടാതെ അവരുടെ സാലറി ഇൻക്രിമെന്റ് പീരീഡ്, ഇന്ന സമയം 6 മാസം കഴിഞ്ഞിട്ടാണോ 1 ഇയർ കഴിഞ്ഞിട്ടാണോ, അത് ഒക്കെ കൃത്യമായിട്ട് ജോബ് ഓഫറിൽ പറഞ്ഞിരിക്കണം. ആഫ്റ്റർ 1 ഇയർ യു വിൽ ഗെറ്റ് 2% ഇൻക്രീസ് ഇൻ സാലറി, അല്ലെങ്കിൽ 5% ഇൻക്രീസ് ഇൻ സാലറി. അതുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പറയാൻ ഉദ്ദേശിച്ചേക്കണം ജോബ് ഓഫറിൽ. ഡേറ്റ് ഓഫ് ജോയിനിങ്, എന്ന് ജോയിൻ ചെയ്യണം, ജോബ് ഓഫറിനകത്ത് അത് പറയാം, എന്നാണ് വന്ന് ജോയിൻ ചെയ്യേണ്ടത്. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്, എവിടെയാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്തേക്കണം, ഏത് സ്ഥലത്താണ്, സ്ഥലത്തിന്റെ പേര്. പർട്ടിക്കുലർ കണ്ടീഷൻസ് ഓഫ് ദ ജോബ് ഓഫർ, ആ ജോബ് ഓഫറിന്റെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, നേരത്തെ കണ്ടീഷനിലും പറഞ്ഞു ഫൈനൽ ഓഫറും പറഞ്ഞു, കണ്ടീഷൻസിനകത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ കൃത്യമായിട്ട് വ്യക്തമാക്കണം. കണ്ടീഷൻ ഇല്ലാതെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ കണ്ടീഷൻസ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പൊ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ലീഗൽ ബോണ്ടിങ് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് പർട്ടിക്കുലർ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായി സ്റ്റേറ്റ് ചെയ്യണം ജോബ് ഓഫറിൽ. ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ കമ്പനി പോളിസീസ്, കമ്പനിയുടെ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ നിയമം, ഇതിന്റെ പോളിസീസ് ഇങ്ങനെയാണ്, അതൊക്കെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യണം. സ്പേസ് ഓർ ലൈൻ ഓഫ് സൈൻ ഫോർ ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ, അതായത് എംപ്ലോയി സൈൻ ചെയ്യണം എംപ്ലോയർ സൈൻ ചെയ്യണം. ഓഫർ ലെറ്റർ കൊടുക്കുമ്പോൾ എംപ്ലോയർ സൈൻ ചെയ്തിട്ടാ കൊടുക്കുക. ഇനി ആർക്കുള്ള സ്പേസ് വേണം അവിടെ, എംപ്ലോയി തിരിച്ചിങ്ങോട്ട് സൈൻ ചെയ്ത് അയക്കണ്ടേ, അതിന്റെ സൈൻ ഇടാനുള്ള സ്പേസ് അതും ഓഫർ ലെറ്ററിൽ ഉണ്ടായിരിക്കണം. സ്പേസ് ഫോർ ഡേറ്റ് ആൻഡ് സിഗ്നേച്ചർ ലൈൻസ്, ഡേറ്റ് ഓഫ് സിഗ്നേച്ചർ, അതായത് നമ്മൾ സൈൻ ചെയ്യുന്ന ഡേറ്റ്, ഇത് ചിലപ്പോൾ തിരിച്ചയക്കുന്ന ഡേറ്റ്, അങ്ങനെ 2 സെപ്പറേറ്റ് കോളംസ് ഡേറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് അതിനും നമ്മൾ കൃത്യമായിട്ട് വേറെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, എന്നാണോ നമ്മൾ സൈൻ ചെയ്യുന്ന അതിന്റെ ഡേറ്റ് എഴുതാനുള്ള സ്ഥലവും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇന്നാണ് നമ്മൾ സൈൻ ചെയ്തത്, അപ്പൊ ഇന്നത്തെ ഡേറ്റ് ഇടാനായി ഇവിടെ സെപ്പറേറ്റ് ഒരു ലൈൻ കൊടുത്തിരിക്കണം. അപ്പൊ ഇതെല്ലാം ഒരു ഓഫർ ഓഫ് എംപ്ലോയ്മെന്റിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയോ? അപ്പൊ ഓഫർ ലെറ്റർ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഇവിടെ ഒരു ഫോർമാറ്റ് ഒരു ഓഫർ ലെറ്ററിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ദിവസം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഒന്നും ചെയ്യാനില്ല, ഒരു ഓഫർ ലെറ്റർ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇത്രയും കാര്യങ്ങൾക്ക് ഒരു ഓഫർ ഓഫ് എംപ്ലോയ്മെന്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് ഒരു സ്പെസിമെൻ ഓഫ് എ ഓഫർ ലെറ്ററിന്റെ ഒരു സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? സാമ്പിൾ നമുക്ക് അടുത്ത ദിവസം ഒന്ന് പറയാം. നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാലും മതി. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഡേറ്റിനുള്ള സ്ഥലം, അതുപോലെ സിഗ്നേച്ചറിനുള്ള സ്ഥലം, അങ്ങനെയൊക്കെ കമ്പനിയുടെ പേര് കൃത്യമായിട്ട് എവിടെ എന്ത് ജോലിക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എഴുതാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് ബോൾഡ് ലെറ്റേഴ്സിൽ അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അവര്. ഓക്കെ, അപ്പൊ ഈ കണ്ടന്റ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളത് ആ പോയിന്റുകൾ 10 ഉണ്ട്. എല്ലാം ഒന്ന് വായിച്ചു നോക്കി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതിലെ ചെറിയ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരും. കണ്ടന്റ് ഓഫ് ഓഫർ ലെറ്ററിൽ താഴെ പറയുന്നത് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം. അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിലുണ്ട്. ഈ 2 ക്ലാസ് കൂടി കഴിഞ്ഞാൽ എനിക്ക് തന്ന പോർഷൻ തീർന്നു കേട്ടോ. 2 ക്ലാസ് കൊണ്ടുകൂടി തീർക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. നെക്സ്റ്റ് വീക്ക് ഉണ്ട്. ഓക്കെ, സോ സി യു. ഇനി എന്താ പറയാ, നിങ്ങളുടെ എക്സാമിന്റെ വല്ല ഡേറ്റ് വന്നിട്ടുണ്ടോ? എന്താണ് 20
എത്രാം തീയതിയാ? 26th 26ാം തീയതി ആണോ? ആ സെക്കൻഡ് മിഡ് അതായത് മറ്റേ മൊഡ്യൂൾ ബാക്കിയുള്ള ഭാഗത്തിന്റെ 21ാം തീയതിയാണ് കറക്റ്റ്. അതാണ് ശരി. ഫൈനൽ എക്സാം ആണ് 26. ഓക്കെ, അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാ നിങ്ങൾക്കത് തന്നോ